ഇന്ന് ഞാൻ രാജധാനി എന്നുള്ള സൂപ്പർ മാർക്കറ്റിൽ വരെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് പോകുന്ന മീനും മേടിക്കണം, എനിക്ക് ചെടിയുണ്ടെങ്കിൽ ചെടിയും മേടിക്കണം എന്നുള്ള വിചാരത്തിൽ ഞാനിന്ന് പോവുകയാണ്. അപ്പം ഞാൻ രാജധാനിയുടെ കടയുടെ ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡാണ് ആ കടയുടെ ആ ഭാഗമാണ്. അപ്പോൾ അത് വലിയൊരു മാർക്കറ്റാണ്. അപ്പം ഞാൻ അവിടെ മോളോട് പറയുക ഈ സൈഡൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ ആ ചെടിക്കടയിൽ കയറിയിട്ട് നമ്മൾ ചെടിയൊക്കെ നോക്കുവാണ് കേട്ടോ. നോക്കിയപ്പോൾ താമരയുടെ സെക്ഷനാണ് ഇത്. അപ്പം ഒരു മൊട്ട് നിൽപ്പുണ്ട് അതിന്. അപ്പോൾ ആ ചേച്ചിയാണത്. അപ്പോൾ എന്നോട് ആ ചേച്ചി വലിയ കാര്യമാണ് പറയാൻ. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും കയറുന്നതും അവിടെ നിന്നാണ് ചെടിയൊക്കെ മേടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഈ ചോദിക്കുന്നത് നമ്മുടെ ബ്രൈഡൽ മുല്ലയുണ്ടല്ലോ, അത് ആ ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇല്ല, അത് വന്നിട്ടില്ല, അത് വരുമ്പം ഞാൻ പറയാമെന്നൊക്കെയാണ് ചേച്ചിയോട് പറഞ്ഞത്. പിന്നെ എല്ലാ പ്ലാന്റും ഞാനിങ്ങനെ കയറി കാണുവാണ് കേട്ടോ. അന്നേരം എനിക്കൊരു ഇങ്ങനെ എല്ലാം ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെയാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ്, ഈ ഒരു ചട്ടിയുടെ റേറ്റൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് മാവ് പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നത്. അപ്പം ഇത് റോസ, ഈ ഭാഗത്തു നിന്നാണ് ഞാൻ റോസ മേടിച്ചത്. എന്നിട്ട് ഞാൻ ഈ റോസയുടെയൊക്കെ വില ചോദിച്ചു. 30, 80 അങ്ങനെയൊക്കെയുള്ള വിലയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലോട്ട് നിന്നൊക്കെ കയറി നോക്കുവാണ്. അപ്പം ഞാൻ എടുത്തത് ഒരു ജമന്തിയുടെ തൈയാണ് ഞാൻ ഇവിടുന്ന് മേടിച്ചത്. എന്നിട്ട് ഞാൻ ജമന്തിയുടെ തൈ മേടിച്ചു. പിന്നെ ഞാൻ മീൻ മേടിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു ഒരു ചെടി കണ്ട്. ആ ചെടിയുടെ പൂ ഒരു കോളാമ്പി, ഒരു വയലറ്റ് കളറിലൊരു പൂവാണ്. അത് ഞാൻ നിങ്ങൾക്കറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഞാൻ ചായ ഇട്ട് ക്രീം ബന്നുണ്ടല്ലോ, അത് ചായയും കൂടെ കഴിച്ചു. എന്നിട്ട് കഴിച്ചു. പൊന്നു ഇന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഇന്ന് രാജധാനി പോയപ്പോൾ ഉണ്ടല്ലോ ഒരു ജമന്തിൻ്റെ തൈ മേടിച്ചുകൊണ്ട് വന്നിരുന്നായിരുന്നു കേട്ടോ. എത്രയോ നാളുകൊണ്ട് ഞാൻ നോക്കി നടന്നൊരു തൈയായിരുന്നു ജമന്തിയുടെ തൈ. അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനൊരു നടാൻ വേണ്ടി നമ്മളൊരു ചട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത് കൊണ്ടുവന്നിട്ട് നമ്മൾ മണ്ണും ആട്ടിൻകാഷ്ടവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കിൻ്റെ വളമോടെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് അത്. ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിനകത്തോട്ട് മണ്ണൊക്കെ നിറച്ച് നമ്മൾ വെക്കാനായിട്ട് ഒരുങ്ങുവാണ്. എന്നിട്ട് പിന്നെ ഈ ചെടി ഞാൻ ഈ ഒരു തൈയാണ് മേടിച്ചത്. അപ്പം ഈ തൈയുടെ മണ്ണൊക്കെ കുറച്ച് ഞാനിങ്ങനെ കളഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ ഈ പോട്ടിലോട്ട് വെച്ച് നമ്മൾ നടാൻ പോവാണ്. അപ്പം മണ്ണ് നിറച്ചു, ആ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം നമ്മൾ നട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് ലെവലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരുങ്ങി കേട്ടോ. കുറച്ച് കൊണ്ടുവച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ തളിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ആ ജമന്തി ഇരുന്ന ഒരു ബോട്ടിലാണിത്. അപ്പോൾ ആ ജമന്തി ഇരുന്ന ബോട്ടിലിനകത്ത് പിന്നെ ഒരു ചെടി നടണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ, വന്ന വഴിയിലൊരു കോളാമ്പി ചെടി കണ്ടിട്ടുണ്ടായിരുന്നേ. ആ ചെടി കൊണ്ടുവന്ന് ഞാനൊരു ഈ ബോട്ടിലിനോട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് നട്ട് കൊടുത്തിട്ടുണ്ട്. അത് നടുവാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ മൊത്തവും കൊണ്ടുവന്ന മൊത്തവും ആ തൈകൾ ഞാൻ ഈ ഒരു ചെടിച്ചട്ടിയിലോട്ട് നമ്മളത് കുത്തി വെച്ചിട്ടുണ്ടേ. കുത്തി വെച്ച് പിന്നെ അതെടുത്ത് നമ്മൾ നമ്മുടെ ഈ കുറച്ച് വെള്ളം, അതിനും കൂടെ ശകലം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
ഒഴിച്ചിട്ട് നമ്മളതിനെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ തുപ്പലാംപൊട്ടിയുടെ ചെടി നമ്മൾ നട്ടിട്ടുണ്ടല്ലോ ആ സ്ഥലത്ത് തന്നെ നമ്മൾ അതിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. പക്ഷേ ഞാൻ വന്ന വഴിക്ക് അതിൻ്റെ ഒരു പൂവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂ കണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ.